വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് വഅഹബ്ബുൽ അഅ്മാൽ അമലുകളിൽ ഏറ്റവും ഇഷ്ടകരമായത് ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ സുറൂറുൻ സന്തോഷമാണ് തുദ്ഖിലുഹു നീ അത് ആ സന്തോഷം നീ പ്രവേശിപ്പിക്കുന്നു അലാ മുസ്ലിമിൻ ഒരു മുസ്ലിമിന് ഒരു സന്തോഷമുണ്ടാക്കി കൊടുക്കുക അതാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ. പല സമയത്ത് പലത് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് അയ്യുൽ ഇസ്ലാമി ഖൈർ ഇസ്ലാമിൻ്റെ ഖൈർ ഏതാണ് ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കലാണ്, സലാം പ്രചരിപ്പിക്കലാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ചില ഹദീസുകളിൽ അസ്വലാത്തുൽ അവ്വലി വഖ്തിഹ ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞത് കാണും. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നബിതങ്ങൾ വ്യത്യസ്ത അമലുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ധാരാളം അമലുകൾ അങ്ങനെ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതും ഖൈറായതും ഉണ്ട്. ഒന്ന് ഖൈറാണ് പറഞ്ഞാൽ അതിനർത്ഥം മറ്റൊക്കെ മോശമാണതല്ല. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി പല അമലിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഏറ്റവും ഇഷ്ടകരമായ അമൽ ഏത് എന്ന ചോദ്യത്തിന് മുസ്ലിമിന് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷം, ഒരു മുസ്ലിമിന് സന്തോഷമുണ്ടാക്കി കൊടുക്കുക. പല നിലക്കാവാം, സഹായിച്ചുകൊണ്ടാകാം, സമാധാനിപ്പിച്ചുകൊണ്ടാവാം, പല രൂപത്തിലാവാം. ഓരോ പ്രയാസത്തിലും ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ഓരോ ആശ്വാസം കൊടുക്കുക, ഒരു സന്തോഷം പകർന്നു കൊടുക്കുക. അതാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ ഒരു മുസ്ലിമിന് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷമാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടകരമായത്. ഔ തക്ഷിഫു അൻഹു കുർബതൻ അതുമല്ലെങ്കിൽ ഔ തക്ഷിഫു അൻഹു നീ അവന് നീക്കിക്കൊടുക്കലാണ്, ദൂരീകരിക്കലാണ്. കുർബത്തൻ ഒരു പ്രയാസത്തെ, ഒരു ക്ലേശത്തെ നീക്കിക്കൊടുക്കുക, സന്തോഷമുണ്ടാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രയാസം, ഓരോ ദുരിതമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടിനെ നീക്കിക്കൊടുക്കുക, അത് ദൂരീകരിച്ച് കൊടുക്കുക. അതും അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഔ തത്റുദു അൻഹു ജൂഅൻ അതുമല്ലെങ്കിൽ ഔ തത്റുദു അൻഹു ജൂഅൻ അവനിൽ നിന്ന് ഒരു വിശപ്പിനെ നീ അകറ്റലാകുന്നു. തത്റുദു തൊറദ യത്റുദു എന്നതിലേക്ക് അകറ്റുക, ആട്ടിയോടിക്കുക അർത്ഥമുണ്ട്. തൊറദ തൊറദ യത്റുദു ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. തത്റുദില്ലദീന യദ്ഊന എന്ന സ്ഥലത്ത് തത്റുദ് തൊറദ യത്റുദു ആട്ടി അകറ്റുക അല്ലെങ്കിൽ ആട്ടി ഓടിക്കുക എന്നൊക്കെ തൊറദ എന്ന വാക്ക് നേരെ അർത്ഥം. ഔ തത്റുദ അൻഹു അവനിൽ നിന്ന് നീ അകറ്റിക്കൊടുക്കലാണ് ജൂഅൻ വിശപ്പിനെ. ജൂഅ് വിശപ്പ്, അവന് പട്ടിണിയാണ്, വിശപ്പാണ്. അപ്പം ആ വിശപ്പ് മാറാൻ ആവശ്യമായ ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാകുന്നു. ഔ തഖ്ലി അൻഹു ദൈനൻ അതുമല്ലെങ്കിൽ ഔ തഖ്ലി അല്ലെങ്കിൽ നീ വീട്ടുന്നു അൻഹു അവന് ദൈനൻ ഒരു കടം വീട്ടിക്കൊടുക്കുന്നു. ഒരു കടമുണ്ട്, ആ കടത്തോട് പ്രയാസപ്പെട്ടെടുക്കുകയാണ്. അപ്പോൾ ആ കടം വീട്ടാൻ ആവശ്യമായ ഒരു സഹായം ചെയ്തു കൊടുക്കുക. സ്വയം ചെയ്തു കൊടുക്കലാവാം, അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കലാവാം, അതിനുള്ള വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ നൽകലാവാം. ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്.